ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് അനീഷ് എണീറ്റപ്പോൾ ഷാനവാസിനോട് ഒരു കാര്യം പറഞ്ഞു. ഇത് പിന്നീട് ഒരു വഴക്കാവുന്നുണ്ട്. മോർണിംഗ് സോങ്ങിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. എപ്പിസോഡിൽ കാണിക്കുമായിരിക്കാം, കാണിക്കത്തില്ലായിരിക്കാം, അറിയത്തില്ല. ഷാനവാസ്, ഇന്നലെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു, ഒരു വാക്ക് പോലും മിണ്ടാതെ ഞാൻ കേട്ടിരുന്നു. ഇന്ന് ഞാൻ അതിന് മറുപടി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനീഷ് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഷാനവാസെ, നീ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ്. നെവിന്റെ ആ ഒരു വിഷയം അത്രയും കോളിളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഹൗസിനകത്ത്. അതിൽ ഈ ഹൗസിൽ എല്ലാവരും ഷാനവാസെ നിനക്ക് എതിരായിട്ട് നിന്നിട്ടും ഞാൻ നിനക്കൊപ്പം നിന്നു, നിനക്ക് താങ്ങും തണലുമായിട്ട് നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അവിടെ നീ ആദിലേനെയും നൂറയും പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്നിട്ട് ഇന്നലെ നീ ആ ഒരു വിഷയത്തിൽ ആദില നൂറെ കുറ്റക്കാരാക്കിയപ്പോ എനിക്ക് മനസ്സിലായി നീ വെറും പൂങ്കണ്ണീര് വീഴ്ത്താൻ മാത്രം അറിയാവുന്ന ഒരു അസൽ അഭിനേതാവാണ്. കഴിഞ്ഞ ആഴ്ച എനിക്കെതിരെ അത്രയും ഏറ്റവും അധികം ഗെയിം കളിച്ചിട്ടും വിമർശിച്ചതും നീയാണ്. മെഡിസിൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നീ വഴക്കുണ്ടാക്കി എന്നെ നീ വിമർശിച്ചില്ലേ? നെവിന്റെ ആ ഒരു വിഷയത്തിൽ മണിക്കൂറുകളോളം ഞാൻ നിന്നെ കേട്ടിരുന്നില്ലേ? എന്നിട്ട് ഇവിടെ ഉള്ളവരുടെ എല്ലാവരെയും കുത്തുവാക്കും ഞാൻ കേട്ടു. പിന്നെ അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്നൊരു കാര്യം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പറയാൻ പാടില്ലായിരുന്നു, അത് അനീഷ് പറയുന്നുണ്ട്. ഇന്നലെ ഷാനവാസ് ആ ഒരു കോൺവെർസേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, നീ എന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് തുടങ്ങിയത് ആ ഒരു അരമണിക്കൂറോളം നീണ്ടുന്ന സംഭാഷണം. അത് ഷാനവാസ് ലൈവ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ലൈവ് കണ്ടവർക്ക് അറിയാം. പിന്നെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ഷാനവാസ് ഒരു പഠിച്ച മാനിപ്പുലേറ്റർ ആണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നടന്ന ഒരു കോൺവെർസേഷനിൽ മനസ്സിലാവും. ഇന്നലെ ഷാനവാസ് ആണ് അനീഷിനെ പോയി വിളിച്ചിട്ട് സംസാരിച്ചത്. എന്നിട്ട് അനീഷാണ് വിളിച്ചിരുത്തിയത് എന്ന് ലക്ഷ്മിയുടെ അടുത്തും പിന്നെ നൂറയുടെ അടുത്തും സാബുമാന്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്. അനീഷ് അല്ല വിളിച്ചിരുത്തി സംസാരിച്ചത്, ഷാനവാസ് ആണ് അങ്ങോട്ട് പോയിരുന്നു മിണ്ടിയത്. അപ്പൊ അത് ഷാനവാസ് ഇരുന്ന് പോയി മിണ്ടിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ബുദ്ധിയും ബോധവും വിവരം ഉള്ളവർക്ക് മനസ്സിലാവും. അനീഷ് നോമിനേഷനിൽ ഇല്ല, അതാണ് സംഭവം. പിന്നെ ഉള്ളൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഫുൾ അനീഷിനെതിരെ ഗെയിം കളിച്ച് അനീഷിനെ ജയിലിൽ വിടാൻ വരെ തുനിഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ഷാനവാസ്. അവിടെ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഷാനവാസ് നോക്കിയിട്ടില്ല. അപ്പോ അനീഷ് എന്തിനു നോക്കണം? മെജോറിറ്റിയുടെ കൂടെ നിന്നിട്ട് തന്നെയാണ് ഷാനവാസ് ഈ കളി എല്ലാം കഴിഞ്ഞ ആഴ്ച കളിച്ചത്. അപ്പൊ അതേ നാണയത്തില് ഈ ആഴ്ച അനീഷിന് ഗെയിം കളിക്കാനുള്ള അവകാശം ഉണ്ട്. കാരണം ഷാനവാസിനെ പോലെ തന്നെ അനീഷും ഗെയിം കളിക്കാനാണ് അവിടെ പോയിരിക്കുന്നത്. അല്ലാതെ ഷാനവാസ് പറയുന്നത് മാത്രം കേട്ടിരുന്ന് ഷാനവാസിനെ ബ്ലൈൻഡ് ആയിട്ട് അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല. എന്റെ ജീവനില്ലാത്ത മാംസത്തിൽ എന്നെ കുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെന്റി ട്രാക്കാണ് ഷാനവാസ് ഈ ആഴ്ച പിടിച്ചിരിക്കുന്നത്. കുറെ സെന്റി അടിക്കുന്നുണ്ട് ലക്ഷ്മി, നൂറ, സാബുമാൻ എന്നിവരുടെയൊക്കെ അടുത്ത്. ഈ പറയുന്ന മാംസത്തിൽ കുത്തുന്ന പരിപാടി കഴിഞ്ഞ ആഴ്ച മുഴുവൻ അനീഷിനോട് കാണിച്ചത് ഈ ഡയലോഗ് അടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഷാനവാസ് തന്നെയാണ്. അനീഷിന്റെ അടുത്തിരുന്ന് ഇന്നലെ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്തു അനീഷ് ഈ ഗെയിമിന് നിന്ന് കൊടുക്കും എന്ന്. അവിടെയാണ് അനീഷ് വ്യത്യസ്തനാവുന്നത്. അഖിൽമാരാർക്ക് ഷിജു എന്ന് പറയുന്ന പോലെ അല്ല അനീഷിന് ഷാനവാസ്, അല്ല ഷാനവാസിന് അനീഷ്. ഷാനവാസിന് തെറ്റി, സുഹൃത്തെന്നും മക്കളെന്നും പറഞ്ഞിട്ട് ഓരോ മാനിപ്പുലേഷൻ നടത്തി ഓരോരുത്തർക്കെതിരായിട്ടും ഷാനവാസ് ഗെയിം കളിക്കുമ്പോ തിരിച്ച് ഈ കളിയൊക്കെ വരുമെന്ന് പുള്ളി വിചാരിക്കുന്നില്ല. അവിടെയാണ് അനീഷ് ഞെട്ടിച്ചത്. ഷാനവാസിന്റെ കുതികാൽ വെട്ടാണ് അനീഷ് ഇപ്പൊ തുറന്നു കാട്ടിയത്. ബന്ധങ്ങളിൽ നിൽക്കുമ്പോൾ അതിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നോക്കരുത്. അത് അനീഷ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ആദില, നൂറ എന്നിവർക്ക് വേണ്ടി ഇത്രയും അനീഷ് സംസാരിച്ചിട്ട് ലാസ്റ്റ് അവര് അനീഷിനെതിരാവുക തന്നെ ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നൂറ അവിടെ ഇരുന്ന് ഷാനവാസിനെ പലതും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇക്കയും പെങ്ങന്മാരും ചിലപ്പോൾ ഒന്നായി നോക്കിയിരിക്കും. അവിടെ അനീഷ് കളിച്ചൊരു ഗെയിം ഉണ്ട്, ബ്രില്യൻ ഗെയിമാണ്. ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്തു എന്ന് കഴിഞ്ഞ ആഴ്ച അനീഷിനെ പറ്റി ഷാനവാസ് പറഞ്ഞിരുന്നു. അത് തന്നെ വെച്ചിട്ടാണ് അനീഷ് തിരിച്ചും ഷാനവാസിനെതിരെ ഈ ആഴ്ച ഗെയിം കളിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. നോമിനേഷനിൽ ഇല്ലാതിരുന്ന അനീഷിന്റെ വോട്ടെല്ലാം കൂടെ പിടിച്ച് ഈ ആഴ്ച കത്തിക്കേറാൻ ഓർത്തോണ്ടിരുന്ന ഇക്കയ്ക്കിട്ട് നല്ല പണി തന്നെയാണ് അനീഷ് കൊടുത്തിരിക്കുന്നത്. അടാറ് പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വെറും ഫേക്ക് ആണെന്ന് തന്നെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു. ഷാനവാസിന് ഒന്നും മിണ്ടാനില്ലായിരുന്നു കുറച്ച് സമയത്തേക്ക്. അത് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് അറിയാം. ഒന്നും മിണ്ടാതെ നിന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു അനീഷ് പറയുന്നതെല്ലാം. എന്നിട്ട് പിന്നെയാണ് ഈ ഒരു സെന്റി വർത്താനം. അവിടെയും കഴിഞ്ഞ ആഴ്ച ഒരു മാസ് പരിപാടി ഒന്നുമല്ല, സെന്റി വർത്താനം തന്നെയാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇന്ന് കട്ട് ചെയ്യുകയാണ്, പാടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഷാനവാസ് അവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. യെസ്, ഇത് തന്നെയായിരുന്നു വേണ്ടത്. ഇവരുടെ രണ്ടുപേരുടെയും ആരാധകരായിട്ടുള്ള ആളുകൾക്ക് ഇതായിരുന്നു വേണ്ടത്. റിവ്യൂ ചെയ്തോണ്ടിരുന്ന നമുക്കും ഇത് തന്നെയായിരുന്നു വേണ്ടത്. കാരണം കീരിയും പാമ്പും ഒരിക്കലും ഒന്നാവത്തില്ല. എന്തിനാണ് ഒന്നാവാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ബിഗ് ബോസ് ഒന്നാക്കാൻ ശ്രമിച്ചത്? എന്തിനാണ് പശ കഴിച്ചു കൊടുത്തത്? ഒന്നാവത്തില്ല. അവരോർത്തോണ്ടിരുന്നത് മറ്റേ മാരാർക്ക് ഷിജു എന്ന് പറയുന്ന പോലെ അനീഷ് അങ്ങ് നിന്ന് കൊടുക്കുമെന്നാണ്. നിന്ന് കൊടുക്കത്തില്ല. എന്തിനു നിന്ന് കൊടുക്കണം? എന്തിനാന്നേ നിന്ന് കൊടുക്കുന്നത്? ഈ മാനിപ്പുലേഷനും ഈ
കളിയും കുതികാൽവെട്ടും ഒക്കെ കളിക്കുന്ന ഈ ഷാനവാസിനെതിരായിട്ട് തന്നെ അനീഷ് ഗെയിം കളിക്കണം, ശക്തമായിട്ട് തന്നെ ഗെയിം കളിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ലക്ഷ്മിയും പിന്നെ നൂറയും ഒക്കെ ഇതിൽ ഇടപെടുന്നുണ്ട്, സാബുമാൻ ഇടപെടുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.